നമസ്കാരം. കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ കൊല്ലം ജില്ലയിലെ കുണ്ടറ നിയോജക മണ്ഡലത്തിലൂടെയും എറണാകുളം ജില്ലയിലെ കോതമംഗലം, പിറവം എന്നീ നിയോജക മണ്ഡലങ്ങളിലൂടെയും നമുക്കൊന്ന് യാത്ര ചെയ്യാം. വികസന തുടർച്ചയുടെ ആദ്യ യാത്ര കൊല്ലം ജില്ലയിലെ വ്യവസായ പാരമ്പര്യമുള്ള ചരിത്രമുറങ്ങുന്ന കുണ്ടറ നിയോജക മണ്ഡലത്തിലൂടെയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുള്ളത്. ആരോഗ്യമുള്ള ഒരു സമൂഹമാണ് നാടിന്റെ സമ്പത്ത്. കുണ്ടറയിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. പുതിയ കെട്ടിടങ്ങൾ, ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമായി യാഥാർത്ഥ്യമായി. കിഫ്ബി എന്ന മഹാത്ഭുതം കേരളത്തെ മാറ്റിമറിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ കുണ്ടറയിലും വിവരണാതീതമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ മൊത്തത്തിൽ വന്ന മാറ്റത്തോടൊപ്പം തന്നെ കുണ്ടറയ്ക്ക് പ്രത്യേകമായി പറയാൻ നിരവധിയാണ് കാര്യങ്ങളുള്ളത്. ഒന്നാം പിണറായി ഗവൺമെന്റിൽ ആരംഭിച്ച പദ്ധതി അന്ന് ക്യാബിനറ്റിൽ അംഗമായിരുന്ന മേഴ്സിക്കുട്ടി മസാവ് നേരിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെ കുണ്ടറയിൽ നിരവധി വമ്പൻ പദ്ധതികളാണ് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ ആശുപത്രികളിൽ തന്നെ താലൂക്ക് ആശുപത്രിയാണെങ്കിലും അതുപോലെ തന്നെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളാണെങ്കിലും ആ നിലയിലുള്ള ആരോഗ്യരംഗത്ത് എല്ലാ വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയത്തക്ക നിലയിൽ ഇടപെട്ടു. അതെല്ലാം പൂർത്തീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ ആരോഗ്യമേഖലയെ അലോപ്പതി മാത്രമല്ല, ഹോമിയോ, ആയുർവേദം അടക്കം ഇവിടെ കുണ്ടറ താലൂക്ക് ആശുപത്രി കഴിഞ്ഞ ദിവസമാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെയാണ് പെരുന്നാട് തന്നെ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ. അവിടെ ഇപ്പോഴുള്ളൊരു പ്രത്യേകത കിടത്തി ചികിത്സിക്കാൻ കഴിയുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്കുള്ള ട്രീറ്റ്മെൻറ്റ് നൽകാൻ. ആയുർവേദം ട്രീറ്റ്മെൻറ്റാണ് ഒരുപക്ഷെ വളരെ എക്സ്പെൻസീവ് ആവുന്നത്. അത് ആളുകൾക്ക്, സാധാരണക്കാർക്ക്, ജനങ്ങൾക്ക് വളരെ പ്രയോജനകരമായ നിലയിൽ അവിടെ ആ ചികിത്സാ സൗകര്യം ഒരുക്കി എന്നുള്ളതും പ്രത്യേകതയുള്ളതാണ്. സാധാരണക്കാർക്ക് ഏറെ ആശ്രയമായ താലൂക്ക് ആശുപത്രിയുടെ നവീകരണവും കുണ്ടറയ്ക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ടുള്ള കുണ്ടറയിലെ പദ്ധതികളെല്ലാം കുണ്ടറ നിയോജക മണ്ഡലത്തിന്റെ സമഗ്രമായ വളർച്ച ലക്ഷ്യമിട്ടുള്ളതാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, ഗതാഗതം, കുടിവെള്ളം, തൊഴിൽ പരിശീലനം, മത്സ്യബന്ധനം, നൈപുണ്യ വികസനം തുടങ്ങി ഒരു നാടിന്റെ പുരോഗതിക്ക് ആവശ്യമായ എല്ലാ മേഖലകളിലും ശ്രദ്ധേയമായ ഇടപെടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ഒരുപക്ഷെ ഇവിടുത്തെ പല സ്കൂളുകളും, സർക്കാർ പള്ളിക്കൂടങ്ങൾ പലതും 50-ൽ താഴെ കുട്ടികൾ മാത്രം ഉണ്ടായിരുന്ന ഒന്നിലധികം സ്കൂളുകൾ ഈ മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴാ സ്കൂളുകളിലൊക്കെ ചെന്നാൽ അത്ഭുതകരമായ നിലയിലാണ് ആ സ്കൂളുകളുടെയൊക്കെ കാഴ്ചകൾ. 100 കണക്കിന് കുട്ടികൾ, അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടി സജ്ജീകരിച്ചു എന്നുള്ളതും പ്രത്യേകതയുള്ളതാണ്. ലാംഗ്വേജ് ലാബ് അടക്കം നമുക്കറിയാം, അണ്ണയുടെ സ്കൂളുകളിലേക്ക് ചെന്നാൽ ലാംഗ്വേജ് ലാബൊക്കെ ഉപയോഗിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ വലിയ തോതിൽ ഫീസ് കൊടുക്കണം. ഇന്ന് ആ പ്രശ്നം ഉദിക്കുന്നില്ല. ലാംഗ്വേജ് ലാബ് അതിന്റെ സൗകര്യങ്ങളെല്ലാം ഉപയോഗിക്കാൻ കഴിയത്തക്ക നിലയിൽ അതടക്കം മാറി എന്നുള്ളതും വലിയ പ്രത്യേകതയുള്ളതാണ്. ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിലെ സ്കൂളുകളിൽ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ നമ്മുടെ സർക്കാർ പള്ളിക്കൂടങ്ങളിൽ കുട്ടികൾ കാണുന്നു എന്നുള്ളതൊക്കെ തന്നെ നല്ല പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പള്ളിക്കൂടങ്ങളിലെല്ലാം നിരവധി കുട്ടികൾ വരികയും പോവുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോഴാകട്ടെ കേരളപുരം, എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ജില്ലാ പഞ്ചായത്തിന്റെ ഹെൽത്ത് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ കേരളപുരം ഹയർ സെക്കൻഡറി സ്കൂള് അന്ന് പോയി കാണുകയും ഇടപെടാൻ തുടങ്ങിയത്. കെട്ടിടങ്ങളാകെ തകർന്ന്
ഒരു ഹൈസ്കൂളിൽ ആകെ ഉണ്ടായിരുന്ന 100 താഴെ കുട്ടികളാണ്. 87 കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നു എല്ലാ ഡിവിഷനിലൂടെ. ഇന്ന് ആ സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മാത്രം 500-ലധികം കുട്ടികൾ വരുന്ന സാഹചര്യം ഉണ്ടായി. ആ സ്കൂളിലെ കുട്ടികൾ ഇത് സ്കൂൾ വിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഇതെല്ലാം ജനങ്ങൾ കാണുകയാണ്. അവരുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന നേട്ടങ്ങളായി അത് മാറുകയാണ്. ഇന്ന് ആ പള്ളിക്കൂടങ്ങളിലൊക്കെ 100 കണക്കിന് കുട്ടികൾ നല്ല വെൽ ഡ്രസ്ഡായി എല്ലാ സൗകര്യങ്ങളോടും കൂടി വിദ്യാഭ്യാസം നടത്തി തിരിച്ചു പോവുകയും വരികയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ കണ്ടാൽ വളരെ സന്തോഷം തോന്നും ആളുകൾക്കെല്ലാം. ആ പ്രദേശമായ ഒരു സ്കൂൾ മാത്രമല്ല, ഇപ്പം KGVP സ്കൂൾ ഇളമ്പള്ളൂർ, അവിടുത്തെ കുട്ടികളെന്ന് പറയുന്നത് ഇപ്പോൾ ഏതാണ്ട് 1800-ലധികം കുട്ടികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മീനാക്ഷി വിലാസ സ്കൂള് എല്ലാം കൂടെ ഏതാണ്ട് ആയിരക്കണക്കിന് കുട്ടികളാണ്. അങ്ങനെ ഓരോ സ്കൂളിലെയും കണക്കിലെടുത്താൽ നമ്മുടെ നെടുമ്പനയാണെങ്കിലും തൃക്കോവിലൂട്ടത്താണെങ്കിലും ഓരോ പഞ്ചായത്തിലെയും കുട്ടികൾ കണക്കെടുത്താൽ ഇന്ന് സർക്കാർ പള്ളിക്കൂടങ്ങളിൽ ഈ കിഫ്ബി പദ്ധതി വഴി അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഇടപെടലിൻ്റെ ഭാഗമായി തന്നെ ആയിരക്കണക്കിനായിട്ടുള്ള ആളുകൾ, കുട്ടികൾ അവിടേക്ക് അഡ്മിഷൻ എടുത്ത് സർക്കാർ പള്ളിക്കൂടങ്ങളിലേക്ക് വരുന്ന ഒരു സവിശേഷമായ കാഴ്ച ഉണ്ടായി എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. കുണ്ട്ര അസംബ്ലി മണ്ഡലത്തിലെ റോഡുകൾ എത്ര വലിയ മാറ്റമാണ് വന്നിട്ടുള്ളതെന്ന് കണ്ടു നോക്കണം. വലിയ തോതിലാണ് മാറിയിട്ടുള്ളത്. മേഴ്സിക്കുട്ടി മസാവ് നിർദ്ദേശിച്ചിട്ടുള്ള വൻ പദ്ധതികളുടെ ഭാഗമായി നമുക്കറിയാം തൃക്കോവിലൂട്ടവും നെടുമ്പനയും ഇളമ്പള്ളൂരും കൊറ്റങ്കരയും എല്ലാം ചേർന്ന് കൊണ്ടുവന്ന റോഡാണ് അവിടെ ഉണ്ടായിരുന്ന ആ റോഡ്. ആ റോഡ് ഇപ്പോൾ BMBC ലെവലിലാണെന്ന പദ്ധതി തയ്യാറാക്കി വർക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. BM മാത്രമേ ചെയ്തിട്ടുള്ളൂ, BC ചെയ്യാൻ കഴിയാതെ വന്നു. അത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കഴിഞ്ഞ 5 വർഷക്കാലമായി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി പറ്റിയൊരു കയ്യബദ്ധം അതൊരു പക്ഷേ ഈ കിഫ്ബിയുടെ വികസന തുടർച്ചയ്ക്ക് ചെറിയ പ്രയാസങ്ങൾ നേരിട്ടു എന്നുള്ള വസ്തുതയാണ്. ഒരുപക്ഷെ നമുക്കറിയാം കൊല്ലം പട്ടണത്തിലെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശാസ്താംകോട്ട തടാകത്തെയാണ് ആശ്രയിച്ചിരുന്നത്. ശാസ്താംകോട്ട തടാകത്തിലെ ശുദ്ധജല തടാകത്തിൽ ജലലഭ്യത കുറയുന്നു എന്ന് കണ്ടുകൊണ്ടാണ് വളരെ ഫലപ്രദമായി 438 കോടി രൂപ പ്രോജക്ട് റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഞാങ്കടവ് കുടിവെള്ള പദ്ധതി ആരംഭിച്ചത്. അത് കൊല്ലം പട്ടണത്തെ ലക്ഷ്യം വെച്ചാണ് പദ്ധതി തുടങ്ങിയെങ്കിലും അന്ന് ജനപ്രതിനിധിയായിരുന്ന മേഴ്സിക്കുട്ടി മസാവ് മന്ത്രിസഭയിൽ കൂടി അംഗമായതിൻ്റെ സ്വാധീനം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കൊറ്റങ്കരയും കുണ്ടറയും പെരിനാടും അതുപോലെ തന്നെ സമീപ പഞ്ചായത്തുകളായ പനിയും തൃക്കരയും അടക്കം ആ കുടിവെള്ള പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുകയും കൊറ്റങ്കര തന്നെ അതിൻ്റെ ഭാഗമായി കിഫ്ബി പദ്ധതി തന്നെ പൈസ വെച്ചുകൊണ്ട് വസ്തു വാങ്ങി അവിടെ OH ടാങ്ക് നിർമ്മിക്കാൻ കഴിയത്തക്കതിൽ പദ്ധതികൾ ആരംഭിക്കാൻ പണികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല അതിൻ്റെ പദ്ധതിയുടെ ഇംപ്ലിമെൻറ്റിംഗ് സ്റ്റേജിൽ വെച്ചിട്ടാണ് പെരിനാടും പനയും തൃക്കര ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളെ കൂടി ചേർത്തുകൊണ്ട് ഒരുപക്ഷെ അന്ന് വലിയ തോതിൽ ഇടപെട്ടുകൊണ്ടാണ് റെയിൽവേയുടെ സാങ്ഷൻ കൂടി വാങ്ങിക്കൊണ്ട് റെയിൽവേ പാളത്തിന് അടിയിലൂടെ തന്നെ വലിയ പൈപ്പുകൾ സ്ഥാപിച്ചുകൊണ്ട് പെരിനാട് OH ടാങ്ക് സ്ഥാപിക്കാൻ ഏതാണ്ട് 1.5 ഏക്കർ ഭൂമി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വാങ്ങി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര ഹൈറേഞ്ചിന്റെ കവാടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭൂപ്രകൃതിയും സൗന്ദര്യവും വിദ്യാഭ്യാസ പാരമ്പര്യവും ഇഴചേർന്ന് നിൽക്കുന്ന കോതമംഗലം നിയോജക മണ്ഡലത്തിലൂടെയാണ്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മണ്ഡലം കാർഷിക പ്രാധാന്യത്തിനൊപ്പം വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിലും സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട്. മാർ അത്തനേഷ്യസ് കോളേജ് പോലെയുള്ള പ്രസിദ്ധമായ സ്ഥാപനങ്ങൾ ഈ നാടിന്റെ വിദ്യാഭ്യാസ പൈതൃകത്തിന് മാറ്റുകൂട്ടുന്നു. ഇങ്ങനെ ഒരു മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് കരുത്തേകുകയാണ് കേരള സർക്കാർ. കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ കോതമംഗലം നിയോജക മണ്ഡലം അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഒരു പുതിയ ഉണർവിനാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ, സ്റ്റേഡിയങ്ങൾ, ഹോസ്റ്റലുകൾ തുടങ്ങി വിവിധ മേഖലകളിൽ സംസ്ഥാന സർക്കാരും കിഫ്ബിയും ചേർന്ന് കോതമംഗലത്തിന്റെ വളർച്ചയ്ക്ക് ഊർജം പകരുകയാണ്. ഇവിടെ കോതമംഗലത്തെ സംബന്ധിച്ചാണെങ്കിൽ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയാണ്. ഇടുക്കി ജില്ലയോട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതോടൊപ്പം തന്നെ നിരവധി ആദിവാസി നഗറുകളടക്കമുള്ള ഏറെ വിസ്തൃതമായൊരു മണ്ഡലമാണ്. അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ വിപ്ലവകരമായ മുന്നേറ്റമാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്.
ആരോഗ്യം, വിദ്യാഭ്യാസം, കായികം, സാമൂഹ്യക്ഷേമം തുടങ്ങി വിവിധ മേഖലകളിലായി 100 കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമാക്കിയത്. ഇത് മണ്ഡലത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ്. ഈ പദ്ധതികൾ കേവലം കോൺക്രീറ്റ് കെട്ടിടങ്ങളോ ടാറിട്ട റോഡുകളോ മാത്രമല്ല. ഇത് സാധാരണക്കാരുടെ ജീവിതത്തിൽ നേരിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരും. മികച്ച റോഡുകൾ യാത്ര എളുപ്പമാക്കും. കാർഷിക ഉൽപ്പന്നങ്ങൾ സമയത്ത് വിപണിയിലെത്തിക്കാൻ സഹായിക്കും. നവീകരിച്ച ആശുപത്രി മികച്ച ചികിത്സ ഉറപ്പാക്കും. ആധുനിക സൗകര്യങ്ങളുള്ള സ്കൂളുകൾ കുട്ടികൾക്ക് നല്ല പഠനാന്തരീക്ഷം നൽകും. സ്റ്റേഡിയം യുവതലമുറയുടെ കായിക സ്വപ്നങ്ങൾക്ക് ചിറകേക്കും. ഹോസ്റ്റൽ സൗകര്യം ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്ക് പഠനം തുടരാൻ സഹായിക്കും. ഇതെല്ലാം കോതമംഗലത്തെ ജനങ്ങളുടെ ജീവിത നിലവാരവും ഉയർത്തും. നിരവധി റോഡുകളുടെ നിർമ്മാണങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഓരോ റോഡിൻ്റെയും പേര് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നില്ല. നിർമ്മാണം പൂർത്തീകരിച്ച റോഡുകൾക്ക് പുറമെ ഇപ്പോൾ തങ്കളം കാക്കനാട് 4 വരിപ്പാത, അത് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയ്ക്ക് തന്നെ വലിയ ഒരു വികസന സാധ്യത, അത് ടൂറിസം രംഗത്തടക്കം മറ്റ് നിരവധി മേഖലകളിൽ, പ്രത്യേകിച്ച് കാക്കനാടുമായി ബന്ധപ്പെടുത്തുന്ന ഒരു പാത എന്നുള്ള നിലയിൽ IT വികസനം അടക്കമുള്ള വലിയ വികസന സാധ്യത നൽകുന്നൊരു പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ നിലവിലുള്ള ആലുവ-മൂന്നാർ റോഡും, ആലുവ മുതൽ കോതമംഗലം വരെ വരുന്ന ആലുവ-മൂന്നാർ റോഡ്, അത് കിഫ്ബി സാമ്പത്തിക സഹായത്തോടു കൂടി 4 വരി പാതയായി വികസിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ഥലമേറ്റെടുക്കൽ നടപടികളടക്കം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേയുടെ വികസനം, അതും കിഫ്ബി ഫണ്ടിലൂടെ ഇപ്പോൾ നമുക്ക് സാധ്യമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വരികയാണ്. അതിന് സമാനമായി തന്നെയാണ് ഗ്രാമീണ മേഖലയിൽ 8 പഞ്ചായത്തിലും നഗരസഭയിലും ഗ്രാമീണ മേഖലയിലടക്കം റോഡ് ഉന്നത നിലവാരത്തിലേക്ക് മാറ്റി തീർക്കുന്നതിന് വേണ്ടി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി വിദ്യാലയങ്ങൾ, ഇപ്പോൾ പല്ലാരിമംഗലം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് ഉൾപ്പെടെ, ചെറുവട്ടൂർ സ്കൂൾ ഉൾപ്പെടെ നിരവധി വിദ്യാലയങ്ങൾ കിഫ്ബി സാമ്പത്തിക സഹായത്തോടു കൂടി ഇന്നിപ്പോൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ്. ആതുരാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് കോതമംഗലം താലൂക്ക് ആശുപത്രി ഈ ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമാണ്. അതോടൊപ്പം തന്നെ ദിവസേന ഏതാണ്ട് 1500ഓളം വരുന്ന ആളുകൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. അതോടൊപ്പം തന്നെ ആ ആശുപത്രിയുടെ ഒരു പ്രത്യേകത എന്നുള്ളത് നമ്മൾ കാണേണ്ടത്, ജില്ലയിലെ മറ്റ് താലൂക്ക് ആശുപത്രികൾ പോലെയല്ല, ആദിവാസി സമൂഹമടക്കം ചികിത്സയ്ക്കായി എത്തുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മെച്ചപ്പെട്ട സൗകര്യം ഒരുക്കേണ്ടത് തീർച്ചയായിട്ടും ജനപ്രതിനിധികളുടെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് കിഫ്ബി സാമ്പത്തിക സഹായം 12 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു വലിയ വികസന പദ്ധതികളാണ് ഇപ്പോൾ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ പണി ഏതാണ്ട് 50% ഇപ്പോൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഒരുപക്ഷേ ഈ മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത നിലയിലുള്ള വലിയ വികസന മുന്നേറ്റം സാധ്യമാക്കാൻ കഴിഞ്ഞത് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടു കൂടി തന്നെയാണ്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര ചരിത്രത്തിന്റെയും ഐതിഹ്യങ്ങളുടെയും കൈവഴികൾ ഒന്നിക്കുന്ന എറണാകുളം, കോട്ടയം ജില്ലകൾ അതിരിടുന്ന മൂവാറ്റുപുഴയാറിനാൽ തഴുകിയുണരുന്ന ഹരിതമനോഹരമായ പിറവം നിയോജക മണ്ഡലത്തിലൂടെയാണ്. പിറവം മുനിസിപ്പാലിറ്റിയും അമ്പല്ലൂർ, എടക്കാട്ടുവയൽ, ഇലഞ്ഞി, മണീട്, മുളന്തുരുത്തി, പാമ്പാക്കുട, തിരുമാറടി, രാമമംഗലം എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്നതാണ് ഈ മണ്ഡലം. കാർഷിക സംസ്കാരത്തിന്റെയും നഗര ജീവിതത്തിന്റെയും തുടിപ്പുകൾ ഒരുപോലെ പേർന്നു. കൊച്ചിയുടെയും കോട്ടയത്തിന്റെയും സാമീപ്യം വളർച്ചയ്ക്ക് സാധ്യതകൾ ഒരുക്കുമ്പോൾ തനതായ ഗ്രാമീണ തനിമ കൈവിടാതെ മുന്നേറാനാണ് ഈ നാട് ആഗ്രഹിക്കുന്നത്. ഈ മുന്നേറ്റത്തിന് കരുത്തേകാൻ കഴിഞ്ഞ 10 വർഷം കൊണ്ട് മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയത്.
റോഡുകളും റെയിൽവേ മേൽപ്പാലങ്ങളും മുതൽ സ്കൂളുകളും ആശുപത്രികളും വരെ സർക്കാർ സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്ന പദ്ധതികൾ മുതൽ യുവജനങ്ങൾക്ക് തൊഴിൽ നൈപുണ്യം നൽകുന്ന സംരംഭങ്ങൾ വരെ കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെ പിറവത്ത് യാഥാർത്ഥ്യമാക്കിയ വികസന പ്രവർത്തനങ്ങളാണ്. ഒരു നാടിന്റെ ചലനാത്മകതയ്ക്ക് സുഗമമായ ഗതാഗത സൗകര്യം അടിസ്ഥാനപരമാണ്. പിറവത്തെ വിവിധ പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനും കൊച്ചി, കോട്ടയം, മൂവാറ്റുപുഴ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിനും മികച്ച റോഡുകൾ അനിവാര്യമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി നിരവധി റോഡ് വികസന, റെയിൽവേ മേൽപ്പാലം പദ്ധതികളാണ് നടപ്പിലാക്കിയത്. നാടിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് അവിടുത്തെ പുതുതലമുറയാണ്. അവർക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. പിറവം മണ്ഡലത്തിലെ പൊതുവിദ്യാഭ്യാസ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ആധുനിക ലാബുകൾ, മികച്ച ലൈബ്രറികൾ, ആവശ്യമായ കെട്ടിടങ്ങൾ, ശുചിമുറികൾ, ഇങ്ങനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളെ ഉയർത്താൻ 10 വർഷം കൊണ്ട് സാധിച്ചു. എല്ലാവർക്കും മെച്ചപ്പെട്ടതും പ്രാപ്യമായതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. സ്വന്തം നാട്ടിലോ തൊട്ടടുത്ത പ്രദേശത്തോ കുറഞ്ഞ ചിലവിൽ ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം വൃക്ക രോഗികൾക്ക് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. സംസ്ഥാനത്തുടനീളം ഡയാലിസിസ് സെന്ററുകൾ സ്ഥാപിക്കുന്ന പദ്ധതികളും പിറവത്തെയും സമീപ പഞ്ചായത്തുകളിലെയും രോഗികൾക്ക് അനുഗ്രഹമാകും. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന അടിയന്തര സാഹചര്യങ്ങളെ ഫലപ്രദമായി നേരിടാൻ എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും പ്രധാന ആശുപത്രികളിൽ 10 കിടക്കകളുള്ള പ്രത്യേക ഐസൊലേഷൻ വാർഡുകൾ സജ്ജമാക്കുന്ന ബൃഹത് പദ്ധതി പിറവത്തെ ആരോഗ്യ സ്ഥാപനങ്ങൾക്കും പ്രയോജനം ലഭിക്കും. മണ്ഡലത്തിന്റെ സമഗ്രമായ പുരോഗതിക്ക് സംസ്ഥാന സർക്കാരും കിഫ്ബിയും നൽകുന്നത് വലിയൊരു ഊർജ്ജമാണ്. ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ 100 കണക്കിന് കോടികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആധുനികവൽക്കരിക്കാൻ കോടിക്കണക്കിന് രൂപ, ആരോഗ്യ സംരക്ഷണത്തിനും കുടിവെള്ളത്തിനുമുള്ള സംസ്ഥാന ജല പദ്ധതികളുടെ പ്രയോജനം, തദ്ദേശ ഭരണ റവന്യൂ സേവനങ്ങൾ മെച്ചപ്പെടുത്താനും യുവജനങ്ങൾക്ക് നൈപുണ്യം നൽകാനുമുള്ള പദ്ധതികൾ, ഇവയെല്ലാം ചേരുമ്പോൾ പിറവത്തിന്റെ ഭാവി ശോഭനമാകും. കിഫ്ബിയുടെ ധനസഹായത്തോടെ ഓരോ മണ്ഡലത്തിലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരവും ഉയർത്തുമെന്നതിൽ സംശയമില്ല. വികസന തുടർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റു മണ്ഡലങ്ങളിലെ വികസന വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.